എന്റെ ജീവന്റെ ജീവനെ എന്നുറക്കെ കരഞ്ഞ് തന്റെ ചെറുമകളുടെ ചേതനയറ്റ ശരീരം വാരിയെടുത്ത് തുരുതുരെ ചുംബിച്ച ഒരു പാവം വൃദ്ധനെ ഓർമ്മയുണ്ടോ? ആ ശബ്ദമിടറിയുള്ള വിളിയിലൂടെ കൊച്ചുമകൾ റീമും ഖാലിദ് നബ്ഹാനും ലോകത്തിന്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മാഞ്ഞു പോകാൻ സാധ്യതയില്ല. എന്നാൽ അതിലും ഹൃദയഭേദകമായ വാർത്തയാണിപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത്. തന്റെ ജീവന്റെ ജീവനരികിലേക്ക് ആ ഉപ്പാപ്പയും യാത്രയായി. ഇസ്രയേലിന്റെ അന്ധമായ യുദ്ധഭ്രാന്തിന് അദ്ദേഹവും ഇരയായി. ഒരു വർഷം മുമ്പ് പേരക്കുട്ടികളുടെ മൃതദേഹം ചേർത്തുപിടിച്ച് വിലപിച്ച അതേ ക്യാമ്പിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖാലിദ് നബ്ഹാൻ കൊല്ലപ്പെട്ടത്. 2023 നവംബർ 22 തെക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നബ്ഹാന്റെ ചെറുമക്കളായ റീമും താരീഖും കൊല്ലപ്പെട്ടത്. റീമിന്റെ ചേതനയറ്റ ശരീരം കയ്യിൽ പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്ന ചിത്രങ്ങളിലൂടെയാണ് ഖാലിദ് നബ്ഹാനെ ലോകം ആദ്യമായി കണ്ടത്.